അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വഅലാ അസ്ഹാബിഹിൽ അക്രമീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഏതെങ്കിലും നമസ്കാരത്തിൽ പ്രത്യേക സൂറത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നത് സുന്നത്തിൽപ്പെട്ടതാണോ? വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ചില നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായിട്ട് ഓതാറുണ്ടായിരുന്ന ചില സൂറത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ വിഷയത്തിൽ വളരെ ചുരുക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാം. ഹിജ്റ 676 വഫാത്തായിട്ടുള്ള മഹാൻ ഇമാം നവവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം അബൂ സക്കരിയ മുഹ്യിദ്ദീൻ യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി അദ്ദേഹത്തിൻ്റെ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, വസ്സുന്നതു അൻ യഖറഅ ഫിർ റക്അത്തിൽ ഊലാ മിൻ സ്വലാത്തി സുബ്ഹി യൗമൽ ജുമുഅ സൂറത്തു അലിഫ് ലാം മീം തൻസീൽ എന്ന് പറഞ്ഞ സൂറത്തു സജദ. അതായത് അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം, വെള്ളിയാഴ്ച സുബ്ഹ് നമസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജദ, വഫി സാനിയ ഹൽ അതാ അലൽ ഇൻസാൻ വയഖറഉഹുമാ ബികമാലിഹിമാ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുക, സൂറത്തു ദഹ്ർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ രണ്ട് അധ്യായങ്ങളും പൂർണ്ണമായിട്ട് പാരായണം ചെയ്യണം. വ അമ്മാ മാ യഫ്അലുഹു ബഅ്ദുൻ നാസി മിനൽ ഇഖ്തിസ്വാരി അലാ ബഅ്ദിഹിമാ ഫഖിലാഫു സുന്നഹ്, ഈ രണ്ടധ്യായങ്ങളും അതിൽ അല്പം മാത്രം ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നത് അത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ അഭിപ്രായം, അതായത് ആ സൂറത്തുകൾ പൂർണ്ണമായി ഓതാതെ, വെള്ളിയാഴ്ച സുബഹിക്ക് ഈ സൂറത്തുകളൊക്കെ പൂർണ്ണമായി ഓതാതെ നമസ്കരിക്കുന്നത് സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് ആധുനിക പണ്ഡിതന്മാരായിട്ടുള്ള, ഉദാഹരണം നമ്മുടെ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച സുബഹിക്ക് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജ്ദ, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇൻസാൻ സൂറത്തു ദഹ്ർ അത് പാരായണം ചെയ്യേണ്ടതാണ്. അതാണ് ആ വിഷയത്തിൽ സുന്നത്താണ്, നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വസ്സുന്നത്തു അൻ യഖറഅ ഫീ സ്വലാത്തിൽ ഈദ് വൽ ഇസ്തിസ്ഖാ ഫിർ റക്അത്തിൽ ഊലാ ബഅദൽ ഫാത്തിഹ, പെരുന്നാൾ നമസ്കാരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈ പെരുന്നാൾ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരം, ഇവയിലൊക്കെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖാഫ്, വഫി സാനിയ ഇഖ്തറബത്തിസ് സാഅ എന്നുള്ള അധ്യായം സൂറത്തുൽ ഖമർ അത് പാരായണം ചെയ്യുക. വ ഇൻ ശാഅ ഖറഅ ഫിൽ ഊലാ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വഫി സാനിയ ഹൽ അതാക ഹദീസുൽ ഗാഷിയ, പെരുന്നാൾ നമസ്കാരത്തിലും മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരത്തിലും ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഗാഷിയായും പാരായണം ചെയ്യുക എന്നുള്ളത് ഫഖിലാഹുമാ സുന്ന, ഇതൊക്കെ സുന്നത്താണ്. ഇത് രണ്ടും സുന്നത്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫ്, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഖമർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅ്ലാ, രണ്ടാമത്തേതിൽ ഗാഷിയ, ഇത് പാരായണം ചെയ്യുന്നത് സുന്നത്താകുന്നു. ഇനി വസ്സുന്നത്തു അൻ യുഖറഅ ഫിർ റക്അത്തിൽ ഊലാ മിൻ സ്വലാത്തിൽ ജുമുഅ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയും വഫി സാനിയ അൽ മുനാഫിഖൂൻ, രണ്ടാം റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനും പാരായണം ചെയ്യുന്നത് സുന്നത്താണ്. വ ഇൻ ശാഅ ഫിൽ ഊലാ സബ്ബിഹ്
വഫിസാനിയ ഹൽ അതാക്ക് ഫക്കിലാഹുമ സുന്ന. ഇനി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഒന്നാമത്തെ റകഅത്തിൽ സൂറത്തുൽ അഅലായും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഗാഷിയായും പാരായണം ചെയ്യുന്നതും സുന്നത്താണ്. ഇത് രണ്ടും സുന്നത്താണ്. അതായത് ഒന്നാമത്തെ റകഅത്തിൽ ഒന്നുകിൽ സൂറത്തുൽ ജുമുഅ ഓതാം, ജുമുഅ ഓതുകയാണെങ്കിൽ രണ്ടാമത്തേതിൽ സൂറത്തുൽ മുനാഫിഖൂനും ഓതുക. ഇനി ഒന്നാമത്തേതിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അത് ഓതിയാൽ രണ്ടാമത്തേതിൽ സൂറത്തുൽ ഗാഷിയ ഹൽ അതാക ഹദീസുൽ ഗാഷിയ. അപ്പോൾ ഈ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതൊക്കെ സുന്നത്താണ് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, വസുന്നത്തു അൻ യുഖറ ഫി റകഅതൈ സുന്നത്തുൽ ഫജ്രി ഫിൽ ഊല ബഅദൽ ഫാത്തിഹ. സുബഹിന്റെ സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, അതിൻ്റെ ഒന്നാമത്തെ റകഅത്തിൽ ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ എന്നുള്ള ആ ആയത്ത് പാരായണം ചെയ്യാവുന്നതാണ്. വഫിസാനിയ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാ എന്ന് തുടങ്ങുന്ന വചനവും പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സുബഹിന്റെ സുന്നത്തിന് ഒന്നാമത്തെ റകഅത്തിന് അത് പാരായണം ചെയ്യുന്നതും സുന്നത്താണ്. വഫിസാനിയ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ രണ്ട് സൂറത്തുകൾക്കും സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ്, ഇത് രണ്ടിനും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും രണ്ട് റകഅത്തിൽ ഇത് ഓതുക, അത് സുന്നത്താണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഫീ സഹീഹ് മുസ്ലിം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅലഹു വയഖറഉ ഫി റകഅതൈ സുന്നത്തുൽ മഗ്രിബ് വറകഅതൈ തവാഫ് വൽ ഇസ്തിഖാറത്തി ഫിൽ ഊല. അപ്പോൾ ശ്രദ്ധിക്കുക, മഗ്രിബിൻ്റെ സുന്നത്ത്, മഗ്രിബിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നമസ്കാരത്തിൽ, അതുപോലെ തൊവാഫിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്തിൽ, തൊവാഫ് നമ്മൾ 7 ചുറ്റി കഴിഞ്ഞാൽ രണ്ടറക്കായത്ത് തൊവാഫിൻ്റെ സുന്നത്തുണ്ട്, ആ നമസ്കാരത്തിൽ വൽ ഇസ്തിഖാറ, നന്മ തേടിക്കൊണ്ട് ഖൈറായത് തേടിക്കൊണ്ടുള്ള നമസ്കാരം ഉണ്ടല്ലോ, സ്വലാത്തുൽ ഇസ്തിഖാറ. ഈ 3 നമസ്കാരങ്ങൾ, മഗ്രിബിൻ്റെ സുന്നത്തിലും തവാഫിൻ്റെ സുന്നത്തിലും ഇസ്തിഖാറത്തിൻ്റെ സുന്നത്തിലും ഇസ്തിഖാർ നമസ്കാരത്തിലും, ഒന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത് സുന്നത്താകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ സുന്നത്താണ് നമ്മൾ പറഞ്ഞു വരുന്ന ഈ കാര്യങ്ങളിൽ വേറെ സൂറത്തുകൾ ഓതിയാലും ആ നമസ്കാരം ശരിയാകും എന്ന് മനസ്സിലാക്കുക. ഇത് പ്രത്യേകം അതിന് ഓതിയാൽ, ഈ സൂറത്തുകൾ ഓതിയ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് മാത്രം, സുന്നത്താണ് എന്ന് പ്രത്യേകം അറിയുക, അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വഅമ്മൽ വിത്റു, വിത്ർ നമസ്കാരം ആ അവസാനത്തെ 3 റകഅത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റസൂലുള്ളാഹി ഖറഅ ഫിൽ ഊല ബഅദൽ ഫാത്തിഹ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അതായത് ഒന്നാമത്തെ നമ്മൾ ആ വിത്ർ നമസ്കാരത്തിൽ അവസാനത്തെ 3 റകഅത്തുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അതിൽ സൂറത്തുൽ അഅല പാരായണം ചെയ്യുക. എന്നിട്ടോ അടുത്ത റകഅത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, തൊട്ടടുത്തതിലോ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത് പാരായണം ചെയ്യലാണ് സുന്നത്ത്. അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി കൊണ്ട് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ 2715 നമ്പർ, ഇമാം തിർമിദി തൻ്റെ സുനനിൽ 462 നമ്പർ വചനങ്ങളായിട്ട് കൊടുക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുകയാണ്, അവരിൽ നിവേദനം ചെയ്യുക, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൂതിറു ബി 3 റകഅത്തുകൾ കൊണ്ട് വിത്ർ ചെയ്യുമായിരുന്നു. 3 സൂറത്തുകൾ കൊണ്ട് വിത്റിൽ പാരായണം ചെയ്യുമായിരുന്ന ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. ഇതാണ്. ഇതുപോലെ തന്നെ ഇമാം നസായി
ഇമാം നസായി 1730 നമ്പറായിട്ട് തൻ്റെ സുനനിൽ കൊടുക്കുന്നു. ഇമാം ഇബ്നു മാജ 1171 നമ്പറായിട്ട് തൻ്റെ സുനനിൽ കൊടുക്കുന്നു. അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുമാ എന്നുള്ള ആ മഹാനിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത് റളിയല്ലാഹു അൻഹുമാ. قال كان رسول الله صلى الله عليه وسلم يوتر بسبح اسم ربك الأعلى وقل يا أيها الكافرون وقل هو الله أحد. ഈ 3 സൂറത്തുകളാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ അവസാനത്തെ റകഅത്തിലെ ഖുൽഹു വല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് അത് പാരായണം ചെയ്തിട്ട് മുഅവ്വിദത്തൈനി കൂടെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും കൂടെ പാരായണം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് അത് സഹീഹല്ല, മറിച്ച് പിന്നെ ഹസനാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ നതായിജുൽ അഫ്കാർ എന്ന് പറയുന്ന കിതാബിൽ ഹസനഹു എന്നാണ് അദ്ദേഹം അത് പിന്നെ ഹസനാണ് എന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം സഹീഹാണ് എന്നുള്ളതാണ്. സഹീഹായിട്ടുള്ളത് ഏതാണ്? അത് വിത്തറിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത്രയും സൂറത്തുകളാണ് നമസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് പാരായണം ചെയ്യൽ സുന്നത്തായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു മനുഷ്യന് സാധിക്കുന്ന ഏത് ഭാഗവും ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ സുന്നത്തായ നമസ്കാരങ്ങളിലൊക്കെ പിന്നെ ദീർഘമായിട്ട് പാരായണം ചെയ്യുന്നതും അതുപോലെ ദീർഘമായ റുക്കുവും സുജൂദും ചെയ്യുന്നതും ഒക്കെ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് എന്നുകൂടെ ഓർക്കുക. അല്ലാഹു അലം. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.